യുദ്ധം കൊണ്ട് നട്ടം തിരിഞ്ഞിരിക്കുകയാണ് ലോകം. റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം നടക്കുന്നു. ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടക്കുന്നു. കൊളംബിയയും തായ്ലാന്റും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരുന്നു. വെനിസ്വേലയിലാണെങ്കിൽ അമേരിക്ക അധിനിവേശം നടത്തുന്നു. ഇങ്ങനെ ലോകമെമ്പാടും വലിയ രീതിയിലുള്ള യുദ്ധകാഹളങ്ങൾ മുഴകിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ മറ്റൊരു പുതിയ യുദ്ധം കൂടി ലോകത്തിന് തലവേദനയായി ആസന്നമായിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. തായ്വാൻ അതിർത്തിയിൽ ചൈന മാരകമായിട്ടുള്ള ആയുധങ്ങൾ വിന്യസിച്ചു കഴിഞ്ഞു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. ചൈന കാത്തിരിക്കുകയാണ് ഏത് നിമിഷവും തായ്വാൻ പിടിച്ചെടുക്കാൻ. 29 പടക്കപ്പലുകളാണ് തായ്വാന് ചുറ്റും ചൈന കൊണ്ട് നിരത്തിയത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പക്ഷേ ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം എന്നെയാണ് കൂടുതൽ ബാധിച്ചെങ്കിൽ തായ്വാൻ ചൈന അധിനിവേശം അല്ലെങ്കിൽ യുദ്ധം വന്നു കഴിഞ്ഞാൽ അത് ലോകമെമ്പാടും വലിയ സാമ്പത്തിക മാന്ദ്യം, സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. AI ചിപ്പുകൾ, സെമി കണ്ടക്ടറുകൾ എല്ലാം തന്നെ തായ്വാനിൽ നിന്നാണ് അമേരിക്കയ്ക്ക് പോകുന്നത്. ഈ അമേരിക്കയിലേക്ക് പോകുന്ന ഈ രാജ്യം, ഈ AI ചിപ്പും കണ്ടക്ടറും പോകുന്ന ഈ രാജ്യം ചൈന പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നീട് അമേരിക്കയിലുള്ള സകല ഫാക്ടറികളും പൂട്ടിയിടേണ്ടി വരുമെന്ന് ഇപ്പോൾ വിദഗ്ധർ പറയുന്നു. എന്തായാലും തായ്വാന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള സൈനിക തന്ത്രം ചൈന ഇപ്പോൾ പുതിയതും അങ്ങേയറ്റം അപകടകരവുമായിട്ടുള്ള ഒരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നതായി കാണാം. മിച്ചൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എയറോസ്പേസ് സ്റ്റഡീസിന്റെ സമീപകാല റിപ്പോർട്ട് അനുസരിച്ച് ചൈന തങ്ങളുടെ കാലഹരണപ്പെട്ട സൂപ്പർസോണിക് യുദ്ധവിമാനങ്ങളെ ആധുനിക ആക്രമണ ഡ്രോണുകളാക്കി മാറ്റി തായ്വാൻ കടലിടുക്കിനടുത്തുള്ള 6 പ്രധാന വ്യോമത്താവളങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. ഫ്യൂജിയാൻ, ഗോങ്ഡോങ് പ്രവിശ്യകളിലായി 200 അധികം അത്തരം ഡ്രോണുകൾ ഉപഗ്രഹ ചിത്രങ്ങൾ കാണിക്കുന്നു. അവ യഥാർത്ഥത്തിൽ 1960കളിലെ J-6 യുദ്ധവിമാനങ്ങളാണ്. ഈ വിമാനങ്ങൾ ഇപ്പോൾ ചാവേർ ആക്രമണ ഡ്രോണുകൾ അല്ലെങ്കിൽ ക്രൂയിസ് മിസൈലുകളായി ഉപയോഗിക്കുന്നതിനായി പരിഷ്കരിച്ചിരിക്കുന്നു. ഈ ചൈനീസ് തന്ത്രത്തിന് പിന്നിൽ വലിയൊരു ഗണിതവും ഉണ്ട്, അതായത് വലിയൊരു കണക്ക് കൂട്ടലുണ്ട്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ചൈന ഒരേ സമയം 100 കണക്കിന് ഡ്രോണുകളാണ് തായ്വാന് നേരെ വിക്ഷേപിക്കാൻ പോകുന്നത്. ഇതിനെ കൂട്ടാക്രമണം എന്നാണ് വിളിക്കുന്നത്. തായ്വാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ ദുർബലപ്പെടുത്തുക എന്നതാണ് ഈ ആക്രമണത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇത് തായ്വാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമായി മാറിയേക്കാം. കാരണം ഈ വില കുറഞ്ഞ ചൈനീസ് ഡ്രോണുകളെ വെടിവെക്കാൻ തായ്വാൻ അതിന്റെ വളരെ വിലയേറിയ മിസൈലുകൾ ഉപയോഗിക്കേണ്ടി വരും. തായ്വാന്റെ വെടിക്കോപ്പുകളും പ്രതിരോധ സംവിധാനങ്ങളും ഈ ഡ്രോണുകളെ തടയുന്ന തിരക്കിലായി കഴിഞ്ഞാൽ ചൈനയ്ക്ക് അതിന്റെ അത്യാധുനിക മിസൈലുകളും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ച് പ്രധാന ആക്രമണം നടത്താൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.